മാലാഖ എന്ന കഥയുടെ തുടർഭാഗം. തനിക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും വേണ്ടില്ല, മറിയയ്ക്കും തോമസിനും ഒരു കുറവും വരാതെ നോക്കണം. തൻ്റെ ഏക ലക്ഷ്യം അതുമാത്രമായിരുന്നു. അതിനുവേണ്ടി എത്ര കഷ്ടപ്പെടാനും അന്ന തയ്യാറായിരുന്നു. പക്ഷേ വളരുംതോറും മറിയയുടെ സ്വഭാവത്തിൽ വല്ലാത്ത മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. അവസ്ഥകൾ മനസ്സിലാക്കാത്തതുപോലെയുള്ള ആവശ്യങ്ങളും സംസാരവും പെരുമാറ്റ രീതികളും. പലപ്പോഴും ഉപദേശിച്ചു. ഒരിക്കൽ അവൾ എന്നോട് പറഞ്ഞു, കൂടുതൽ ഭരണമൊന്നും വേണ്ട, എനിക്കറിയാം തെറ്റും ശരിയും ഒക്കെ, ചേച്ചിയുടെ കാര്യം നോക്ക്. വല്ലാത്ത മനപ്രയാസം തോന്നി. കത്രീനാമ്മച്ചി ഇത് കേട്ടപ്പോൾ മറിയയോട് പറഞ്ഞു, കൊച്ചെ, നിൻ്റെ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും സ്ഥാനത്താണിപ്പോൾ അന്ന. അവളോട് അങ്ങനെയൊന്നും പറയരുത്. ഉടൻ മറിയ കത്രീനാമ്മച്ചേച്ചിയെ കൂടുതൽ ഒന്നും പറയണമെന്നില്ല. കുറേ ഉപദേഷ്ടാക്കൾ. അന്നയ്ക്കപ്പോൾ 20 വയസ്സുണ്ട്. പല വിവാഹാലോചനകളും പലരും കൊണ്ടുവന്നു. ഒന്നിനും അന്ന സമ്മതിച്ചില്ല. എനിക്കൊരു വിവാഹവും വേണ്ട. അന്ന് ചിലർ പറഞ്ഞു, ഇതോർത്ത് നീ ഒരിക്കൽ ദുഃഖിക്കും, അവസാനം ആരും കാണുകയല്ല ഒരു തുണയ്ക്ക്. അന്ന അവരോട് അന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? എൻ്റെ സഹോദരങ്ങൾ എന്നും എനിക്കൊരു തുണയായി കാണും. അപ്പോൾ തോമസ് പഠിക്കുന്നത് 6ാം ക്ലാസ്സിലാണ്. അവന് നല്ല അച്ചടക്കവും ദൈവഭയവുമുണ്ട്. എൻ്റെ അവസ്ഥകളെല്ലാം അറിഞ്ഞാണ് അവൻ ജീവിക്കുന്നത്. മറിയയാകട്ടെ ഇപ്പോൾ ഡിഗ്രി 1ാം വർഷത്തിലേക്ക് കടന്നു. മറിയ നന്നായി പഠിക്കുന്നുണ്ട്. ഡിഗ്രിക്ക് മറിയ പട്ടണത്തിലെ കോളേജിലാണ് പഠിക്കുന്നത്. ഒരു ദിവസം കുറച്ച് സാധനങ്ങൾ വാങ്ങുന്നതിനായി പട്ടണത്തിൽ കത്രീനാമ്മച്ചിയെയും കൂട്ടി പോയിട്ട് വരും വഴി മറിയ ബസ്സിലുണ്ടായിരുന്നു. മറിയയെ കണ്ടപ്പോൾ മറിയേ എന്ന് വിളിച്ചുകൊണ്ട് ഞാൻ അടുത്തേക്ക് ചെന്നു. മറിയ തിരിഞ്ഞു നോക്കി രൂക്ഷഭാവത്തിൽ. എന്താ എന്നൊരു ചോദ്യവും. ഞാനങ്ങ് വല്ലാതായി. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ഞാൻ സ്വയം ചോദിച്ചു എന്നോട്. അപ്പോൾ മറിയയോട് കൂട്ടുകാർ ചോദിച്ചു, അതാരാണ്? മറിയ ഉടൻ പറഞ്ഞു, അതെ, എൻ്റെ വീടിൻ്റെ അടുത്തുള്ളതാ. കത്രീനാമ്മച്ചിക്ക് ദേഷ്യം വന്നു. അവർ എന്തോ പറയാനായി ആഞ്ഞു. ഞാൻ പിടിച്ചു. എന്നിട്ട് ഞാൻ കണ്ണടച്ച് കാണിച്ചു. വീട്ടിലേക്കുള്ള വഴി വരെ പിന്നെ ഞാനൊന്നും മിണ്ടിയില്ല. അപ്പോൾ അവൾ അടുത്ത് വന്ന് എന്നോട് പറഞ്ഞു, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ചേച്ചി അനിയത്തി എന്നൊക്കെ ഉള്ളത് വീട്ടിൽ മതി. എനിക്കിത്തിരി അന്തസ്സുണ്ട്, അത് കളഞ്ഞു കുളിക്കരുത്. ചേച്ചിയാന്ന് പറയാൻ എനിക്കിച്ചിരി നാണക്കേടാണ്. ഒരു സാരിയും കോലവും. ചേച്ചിക്കൊന്ന് നന്നായി കുളിച്ച് നനച്ച് നടന്നുകൂടെ എന്ന് പറഞ്ഞിട്ട് നടന്ന് മുൻപിൽ കയറിപ്പോയി. സത്യത്തിൽ എൻ്റെ ഹൃദയത്തിലൊരു കല്ലെടുത്ത് വെച്ചതുപോലെ തോന്നി. കാലെടുത്ത് മുൻപോട്ട് വയ്ക്കാൻ സാധിക്കാത്തതുപോലെ കുറേ സമയം ഞാൻ അവിടെ തന്നെ നിന്നുപോയി. അടുത്ത ഭാഗവുമായി